വാലന്റൈൻസ് ഡേ ആയിരുന്നു ഇന്ന്. എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ടു നൈറ്റ് 12 മണിക്ക് നമ്മുടെ പഴയ പ്ലേസിലേക്ക് വരൂ. അത് അയച്ചത് 2 വർഷം മുമ്പ് ആക്സിഡന്റിൽ മരിച്ച എൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അത് ഞാൻ പ്രാങ്ക് ആണെന്ന് കരുതി. പക്ഷേ പ്രൊഫൈൽ പിക്ക്, ലാസ്റ്റ് സീൻ എല്ലാം അവളുടേത് തന്നെ. മെസ്സേജിൽ വന്നതുപോലെ കയ്യിൽ റോസ് എടുത്ത് രാത്രി 12 മണിക്ക് ഞാൻ അവിടെ പോയപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പെന്നിൽ നിന്ന് ഒരു ശബ്ദം, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വെളുത്ത ഡ്രസ്സിൽ മുഖം പകുതി രക്തത്തോടു കൂടി അവൾ നിന്നു. ഞാൻ ഭയന്ന് പിന്നോട്ട് പോകുമ്പോൾ അവൾ മെല്ലെ പറഞ്ഞു, പ്രോമിസ് മറന്നല്ലോ നീ, എന്നെ ഒരിക്കലും വിട്ടു പോകരുതെന്ന്. അപ്പോൾ തന്നെയാണ് ഞാൻ ഓർത്തെടുത്തത്, ആ ആക്സിഡന്റ് ദിവസം സ്റ്റിയറിംഗ് ഞാൻ തന്നെയായിരുന്നു പിടിച്ചിരുന്നത്. ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു. അവൾ അടുത്ത് വന്ന് എൻ്റെ കണ്ണുനീർ തുടച്ചപ്പോൾ ഫോണിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു, നോ യു കനോട്ട് ലീവ് മീ. ഈ കഥയുടെ തുടർഭാഗം ഉടൻ വരുന്നതായിരിക്കും. പാർട്ട് 2-നായി വെയിറ്റ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും അറിയിക്കുക.